ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം തിരുവചനത്തിന് മുമ്പിൽ ചേർന്ന് വരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരിക്കൽ കൂടെ നൽകി തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. ഇസ്രായേൽ ജനം ബാബിലോണ്യ അടിമത്തത്തിലേക്ക് പോകുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ചത്. തെക്കേ രാജ്യമായ യഹൂദ ബാബിലോന്യ അടിമത്തത്തിലേക്ക് പോകുവാനിടയാകുന്നു. ബാബിലോന്യ അടിമത്തത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം യഹൂദ്യയുടെ പാപങ്ങൾ 6 പാപങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അശൂര്യ അടിമത്തത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇസ്രായേലിൻ്റെ പാപങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കുവാനും ദുഷ്ടനായ പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലെല്ലാം തിരുത്തുവാനും തക്കവണ്ണം ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മോട് ഇടപെടുന്ന സന്ദർഭങ്ങളായി നാം ഇതിനെ മാറ്റണം. ദൈവത്തിൻ്റെ വചനം കണ്ണാടിയാണ്. മറ്റു വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ അല്ല നാം ദൈവവചനം പഠിക്കുന്നത്. ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യനോട് ഒക്കുന്നു എന്നാണ് നാം യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത്. ആകയാൽ എൻ്റെ കർത്താവ് എന്നെ തന്നെ കാണുവാൻ, എൻ്റെ ശുദ്ധീകരണത്തിന് മുഖാന്തരമാകുവാൻ തിരുവചന ധ്യാനവും പഠനവും ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം 12 മുതലുള്ളതായ വാക്യങ്ങൾ. അവൻ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയില്ല. അവനെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ജയിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിയാതവണ്ണം തൻ്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു. യെരുശലേമിൽ യഹോവ വിശുദ്ധീകരിച്ച അവൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവൻ്റെ വാക്കുകളെ നിരസിച്ചു. ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ കൽദേരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരനെയോ കന്യകയെയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെയൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവാലയത്തിലെ ചെറിയതും വലിയതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരങ്ങളുമെല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
അവിടുത്തെ തിരുവചനം ധ്യാനിക്കാനും പഠിപ്പാനും അവിടുത്തെ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ അപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരും അവിടുത്തെ തിരുവചനത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിസ്സാരനായ അടിയനെയും എളിമയോടെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തിരുവചനം മൂലം ശുശ്രൂഷിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വത്തോടുന്ന് മാത്രം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബാബിലോന്യ അടിമത്തത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം യഹൂദ്യയുടെ 6 പാപങ്ങൾ വായിച്ചതായ തിരുവചന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1, അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ ദൈവ ഇഷ്ടം ചെയ്തില്ല. രണ്ടാമത്തെ കാര്യമാണ് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. 12-ാം വാക്യം, യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയില്ല. അടിമത്തത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ വന്നുപോയതായ പാപങ്ങൾ ദൈവദാസന്മാരുടെ ആലോചനയ്ക്ക് മുമ്പാകെ തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. അവരോട് ദൈവത്തിൻ്റെ ആലോചന അറിയിച്ച യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ അവർ തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. പ്രവാചകൻ അവരുടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. എന്നാൽ അവർ കേട്ട വചനപ്രകാരം നടന്നില്ല. അവർ താന്താങ്ങളുടെ ആലോചന പ്രകാരം നടന്നു. അത് ഇസ്രായേലിൻ്റെ ഒരു സ്വഭാവമാണ് എല്ലാ കാലത്തും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 11:8. അവരോ അനുസരിക്കുകയും ചെവി ചായ്ക്കുകയും ചെയ്യാതെ ഓരോരുത്തൻ താന്താൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ ഷാഠ്യപ്രകാരം നടന്നു. ആകയാൽ ഞാൻ അവരോട് ചെയ്യുവാൻ കൽപ്പിച്ചതും അവർ ചെയ്യാതിരുന്നതുമായ ഈ നിയമത്തിൻ്റെ വചനങ്ങളെപ്പോലെയൊക്കെയും ഞാൻ അവരുടെ മേൽ വരുത്തിയിരിക്കുന്നു. ദൈവം പറഞ്ഞു, ദൈവവചനം ദൈവം അറിയിച്ചു. അവരോ അനുസരിക്കുകയും ചെവി ചായ്ക്കുകയും ചെയ്യാതെ ഓരോരുത്തൻ താന്താൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ ശാഠ്യപ്രകാരം നടന്നു. ഓർക്കണം, ദൈവത്തിൻ്റെ വചനം കിട്ടി, ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവം പകർന്നു കൊടുത്തു, ദൈവമക്കളോട് പകർന്നു കൊടുത്തു. എന്നാൽ ഓരോരുത്തർക്കും സ്വന്തം ഇഷ്ടം ചെയ്യുന്ന സ്വന്തം ഇഷ്ടം എന്ന ഒരു ദുഷ്ടഹൃദയമുണ്ട്. എല്ലാ മനുഷ്യരിലും ഉണ്ട്. ദൈവമക്കൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാലോചന പറഞ്ഞു കൊടുത്താൽ അതിന് കീഴ്പ്പെടാൻ കഴിയാത്ത ഒരു ദുഷ്ടഹൃദയം. ഓരോരുത്തൻ താന്താൻ്റെ ഹൃദയത്തിൻ്റെ ശാഠ്യപ്രകാരം നടന്നു. അവരോട് പറഞ്ഞതായ ലഭിച്ചതായ വചനം അനുസരിക്കുകയോ ചെവി ചായ്ക്കുകയോ ചെയ്യാതെ, അതിന് വില കൊടുക്കാതെ. അത് ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു പ്രകൃതമായിരുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം, യിരെമ്യാവ് 21-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിച്ചാൽ എന്താണ് യിരെമ്യാ അവരോട് പറഞ്ഞത്? ഈ ജനത്തോട് പ്രവാചകൻ എന്താണ് സംസാരിച്ചത്? 21-ന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യിരെമ്യാവ് അവരോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ സിദെക്കീയാവോട് ഇപ്രകാരം പറയണം, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മതിലുകൾക്ക് പുറമെ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന ബാബേൽ രാജാവിനോടും കൽദയരോടും യുദ്ധം ചെയ്യുവാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആയുധങ്ങളെ
ഞാൻ മടക്കിച്ച് ഈ നഗരത്തിൻ്റെ നടുവിൽ കൂട്ടും. ഞാൻ തന്നെയും നീട്ടിയ കൈകൊണ്ടും ബലമുള്ള ഭുജം കൊണ്ടും കോപത്തോടും ക്രോധത്തോടും അത്യുഗ്രതയോടും കൂടെ നിങ്ങളോട് യുദ്ധം ചെയ്യും. ഈ നഗരത്തിൽ വസിക്കുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ സംഹരിക്കും. അവർ മഹാമാരിയാൽ മരിക്കും. അതിൻ്റെ ശേഷം യഹൂദ രാജാവായ സിദക്കിയാവേയും അവൻ്റെ ഭൃത്യന്മാരെയും ജനത്തെയും ഈ നഗരത്തിൽ മഹാമാരി, വാൾ, ക്ഷാമം എന്നിവയ്ക്ക് തെറ്റി ഒഴിഞ്ഞവരെ തന്നെ ഞാൻ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിലും അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും. അവൻ അവരോട് ക്ഷമയോ കനിവോ കരുണയോ കാണിക്കാതെ അവരെ വാളിൻ്റെ വായ്ത്തല കൊണ്ട് സംഹരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകനിലൂടെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വരുമെന്നും നിങ്ങളെ അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമെന്നും എല്ലാം മുൻകൂട്ടി ദൈവം ആലോചന കൊടുത്തതാണ്. എന്നാൽ ഈ ആലോചന കേട്ടതായ ജനത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? 38-ാം അധ്യായം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ. അവൻ അതിനെ പിടിക്കുമെന്ന് യിരെമ്യാവ് സകല ജനത്തോടും പ്രസ്താവിച്ച വചനങ്ങളെ മത്താൻ്റെ മകനായ ശെഫത്യാവും പശ്ഹൂരിൻ്റെ മകനായ ഗദല്യാവും ശെലെമ്യാവിൻ്റെ മകനായ യൂഖലും മൽക്യാവിൻ്റെ മകനായ പശ്ഹൂരും കേട്ടിട്ട് പ്രഭുക്കന്മാർ രാജാവിനോട്, ഈ മനുഷ്യൻ നഗരത്തിൽ ശേഷിപ്പിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നതുകൊണ്ട് അവനെ കൊന്നുകളയണമേ. ഈ മനുഷ്യൻ ഈ ജനത്തിൻ്റെ നന്മയല്ല തിന്മയത്രേ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. സിദെക്കീയ രാജാവ്, ഇതാ അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു, നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് കഴിവില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ യിരെമ്യാവെ പിടിച്ച് കാവൽപ്പുരമുറ്റത്ത് രാജകുമാരനായ മൽക്യാവിനുള്ള കുഴിയിൽ ഇറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യിരെമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞ പ്രവാചകൻ നെബൂഖദ്നേസർ രാജാവ് വരുമെന്നും അവൻ്റെ വാളാൽ നിങ്ങൾ വീഴുമെന്നും എല്ലാം തകർക്കപ്പെടുമെന്നും എല്ലാം മുൻകൂട്ടി ദൈവം അരുളപ്പാട് കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷമുള്ള കാര്യമല്ലല്ലോ. അവർക്കത്ര അവരെ സുഖിപ്പിക്കുന്ന കാര്യമല്ല പ്രവാചകൻ പറഞ്ഞത്. എല്ലാവർക്കും അങ്ങനെയാണ്. ദൈവമക്കളാണെങ്കിലും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, നല്ല സുഖിപ്പിക്കുന്നതായ കാര്യങ്ങൾ, കുഴപ്പമില്ലാട്ടോ സാരമില്ലാട്ടോ അതൊക്കെ എന്നെ പേടിക്കാനൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അനർത്ഥങ്ങൾക്ക് കാരണം നിങ്ങളുടെ പാപമാണ് എന്ന് പറഞ്ഞു ചൂണ്ടിയാൽ അത് ഉൾക്കൊള്ളാൻ തക്കവണ്ണം ഹൃദയത്തകർച്ച ലഭിക്കാത്തവരായ അവസ്ഥ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ പ്രവാചകനിലൂടെ നല്ലതൊന്നുമല്ലല്ലോ വരുന്നത്, അനർത്ഥം വരുന്നു, കഷ്ടം വരുന്നു എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് കാര്യം ചെയ്തു, ഈ പശൂരും ഒക്കെ കൂടി വായിച്ചതായ തിരുവചന ഭാഗത്ത് യിരെമ്യാവെ പിടിച്ച് പൊട്ടക്കുഴിയിലങ്ങിട്ടു. യിരെമ്യാവിനെ പിടിച്ച് അവര് പൊട്ടക്കുഴിയിലിട്ട് കൊന്നുകളയാൻ നോക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ യിരെമ്യാവെ പിടിച്ച് പൊട്ടക്കുഴിയിലിട്ടു. അവർ കേട്ടതായ പ്രവാചക ശബ്ദത്തെ ഇല്ലാതാക്കാനായിട്ട് അവർ നോക്കുന്നു. പ്രവാചക ശബ്ദത്തെ ഇല്ലാതെയാക്കുവാനായിട്ട് അവർ ശ്രമിക്കുന്നു. നമ്മൾ വലിയൊരു സത്യം മനസ്സിലാക്കണം. ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോഴും ദൈവം നമ്മുടെ മേൽ അനർത്ഥം അയക്കുമ്പോഴും ദൈവം നമ്മോട് ഇടപെടും. അനർത്ഥം അയക്കുന്നതിന് മുമ്പ് കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ ദൈവം നമ്മോട് ഇടപെടും. നമ്മൾ ആ ആലോചനയ്ക്ക് ദൈവം നമ്മോട് ഇടപെടുമ്പോൾ, ദൈവമക്കളിലൂടെ ദൈവം നമുക്ക് ആലോചനകൾ തരുമ്പോൾ
നാം ആ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടാൽ ദൈവം അനുദപിക്കും. ദൈവം അനുദപിച്ച് നമ്മുടെ മേൽ വരുത്തുമെന്ന് നിരൂപിച്ചതായ അനർത്ഥം നമ്മിൽ നിന്നങ്ങ് മാറ്റിക്കളയും. അതുപോലെ തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് മുൻപും നമ്മോട് ഇടപെടും. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ പകരുന്നതിന് മുൻപും നമ്മോട് ഇടപെടും. നാം അതിന് കീഴ്പ്പെട്ടില്ല എങ്കിൽ ദൈവം അനുദപിച്ച് ആ അനുഗ്രഹം നമ്മുടെ മേൽ നിന്ന് മാറിപ്പോകും. ഈ പാഠമെല്ലാം ദൈവം യിരെമ്യാവിനെ പഠിപ്പിക്കുന്നുണ്ട്. ഈ രംഗത്തോടുള്ളതായ ബന്ധത്തിൽ ഈ കാര്യങ്ങളെല്ലാം ദൈവം യിരെമ്യാവിനെ പഠിപ്പിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ യിരെമ്യാവിനെ കുശവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചക്രത്തിൽ വേല ചെയ്തുകൊണ്ടിരുന്ന, പാത്രം മെനഞ്ഞുണ്ടാക്കിക്കൊണ്ടിരുന്ന കുശവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവം യിരെമ്യാവിനെ പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ 18-ാം അധ്യായത്തിൽ കുശവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചില പാഠങ്ങൾ പഠിപ്പിച്ച ദൈവം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുശവന്റെ കയ്യിൽ നിന്ന് ഒരു മൺകുടം വില കൊടുത്ത് വാങ്ങി ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്നതായ വേദഭാഗങ്ങളായതുകൊണ്ട് ഞാനതിൻ്റെ അധികം വിവരണത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒന്ന് തൊട്ടുപോകുന്നു. കുശവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 18-ാം അധ്യായത്തിൽ. അപ്പോൾ കുശവൻ ചക്രത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 1 മുതലുള്ളതായ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. യിരെമ്യാവ് 18-ന്റെ 1 മുതലുള്ളതായ ചില വാക്യങ്ങൾ. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഞാൻ ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളയുമെന്ന് അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തിട്ട് അത് എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുദപിക്കും. മതി. മനസ്സിലാക്കണം, ദൈവം അനർത്ഥം വരുത്തുവാൻ നിശ്ചയിക്കുന്നു. അതിനു മുമ്പ് ദൈവം ആലോചന നൽകും. ദൈവം അനർത്ഥം വരുത്തുമെന്ന് നിശ്ചയിച്ച ജനം അവരുടെ പാപത്തെ ഓർത്ത് അനുദപിച്ചാൽ ദൈവം അനുദപിക്കും. വരുത്തുമെന്ന് നിശ്ചയിച്ച അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തുകയില്ല. നിനവേ നല്ലൊരു ഉദാഹരണമായി നമുക്കറിയാം. അതുപോലെ തന്നെ ദൈവം നമുക്കൊരു അനുഗ്രഹം തരാൻ നിശ്ചയിച്ചിരിക്കുന്നു. നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കാനായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് നമുക്ക് ലഭിക്കുന്നു. ദൈവമക്കളിലൂടെ ചില ആലോചനകൾ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ നാം അതിന് കീഴ്പ്പെടാതെ പോയാൽ നമുക്ക് നൽകാൻ നിശ്ചയിച്ചിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചും ദൈവം അനുദപിച്ച് ആ അനുഗ്രഹം ലഭിക്കാതെ പോകും. ഇന്ന് ഞാനും നിങ്ങളും കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ്. നിങ്ങൾ
ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഞാനും നിങ്ങളും ഏതെങ്കിലും കാര്യങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ, വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ, കുറവുകൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇരിക്കുന്നു. എൻ്റെ കർത്താവേ എന്ന് വിളിച്ചാൽ, ഞാൻ നിന്നുകൊള്ളാമെന്നൊരു വാക്ക് പറഞ്ഞാൽ, ഞാൻ തിരുത്തിക്കൊള്ളാമെന്നൊരു വാക്ക് പറഞ്ഞാൽ, നാം നമ്മെ തന്നെ ദൈവ ആലോചനയ്ക്ക് താഴ്ത്തി കൊടുക്കുവാൻ തയ്യാറായാൽ, ദൈവാലോചന ദൈവമക്കളുടെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്താൻ തയ്യാറായാൽ, ദൈവം നമുക്ക് വരുത്തുമെന്ന് നിശ്ചയിച്ചിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുഭവിച്ച് നമ്മുടെ അനർത്ഥങ്ങളെ മാറ്റിക്കളയും. ഇസ്രായേലേ, നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചതാണ്. യഹൂദയെ, നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടിയതാണ്. പ്രവാചകനിലൂടെ മുൻകൂട്ടി അരുളപ്പാടുകൾ ലഭിച്ചതാണ്. എന്നാൽ അവർ ആ പ്രവാചകനെ കെട്ടി, ആ പ്രവാചകനെ കുഴിയിലിറക്കിയിട്ടു. ആ വെള്ളമില്ലാത്തപ്പെട്ട കുഴിയിൽ, ആ ചെളിക്കുഴിയിൽ താണുപോകുവാൻ തക്കവണ്ണം ആ പ്രവാചകനെ അവര് ചെളിക്കുഴിയിൽ തള്ളിയിട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യെരമ്യാവ് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താണ് നാം കാണുന്നത്? യഹോവ യെരമ്യാവിനോട് പറയുകയാണ്, നീ പോയി കുശവനോട് ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ പോയി മൺകുടം വിലയ്ക്ക് വാങ്ങി. ദൈവത്തിന് സ്തോത്രം. വീട്ടു വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ആ മൺകുടം പൊട്ടിക്കാനായിട്ട് പറയുന്നു. ആ മൺകുടം പൊട്ടിക്കുന്നു. കുശവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതായ മൺകുടം അത് പൊട്ടിക്കുവാനായിട്ട് പറയുന്നു. ആ 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 19:10. പിന്നെ നിന്നോടുകൂടെ പോന്ന പുരുഷന്മാർ കാണുകെ നീ ആ മൺകുടം ഉടച്ച് അവരോട് പറയേണ്ടതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നാക്കി കൂടാതവണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയും. നന്നാക്കി കൂടാതവണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയും. എന്നും കുശവന്റെ കയ്യിലെ കളിമണ്ണായിരിക്കില്ല നിങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ കാലവും നമ്മോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. തിരുവചനം വായിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും നിങ്ങളോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. എന്നും കുശവന്റെ കയ്യിലെ കളിമണ്ണായിരിക്കുകയില്ല. കുശവന്റെ കയ്യിലെ മൺകുടം പോലെ, കുശവന്റെ കയ്യിലെ മൺകുടം അത് ഉടച്ചു കളഞ്ഞാൽ പിന്നെ അത് പുതുക്കി പണിയാൻ കഴിയുകയില്ല. അത് എറിഞ്ഞു കളയാനേ കൊള്ളുകയുള്ളൂ. പ്രവാചകനോട് പറഞ്ഞു, നന്നാക്കി കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും നഗരത്തെയും ഉടച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. ഈ വചനവും അവർ കേട്ടു, ഈ വചനവും അവർ അറിയിച്ചു, ഈ പാഠവും അവരെ പഠിപ്പിച്ചു. എന്നാൽ 20-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ എന്താണ് നാം വായിക്കുന്നത്? വചനം കേട്ടവരുടെ പ്രതികരണം എന്താണ്? ദൈവത്തിൻ്റെ ആലോചന കേട്ടവരുടെ പ്രതികരണം എന്താണ്? ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരുടെ പ്രതികരണം എന്താണ്? 20-ന്റെ 1-2 വാക്യങ്ങൾ. എന്നാൽ യിരെമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേരിൻ്റെ മകനും യഹോവയുടെ ആലയത്തിലെ പ്രധാന വിചാരകനുമായ പശൂർ പുരോഹിതൻ കേട്ടിട്ട് യിരെമ്യാ പ്രവാചകനെ അടിച്ചു. യഹോവയുടെ ആലയത്തിനരികെയുള്ള മേലത്തെ ബെന്യാമീൻ ഗോപുരത്തിങ്കിലെ ആമത്തിലിട്ടു. പ്രവാചകന്റെ വാക്കുകളെ കേട്ട യഹോവയുടെ ആലയത്തിന്റെ പ്രധാന വിചാരകനായിരുന്ന പശൂർ പുരോഹിതൻ യിരെമ്യാവിനെ അടിച്ചു.
യഹോവയുടെ ആലയത്തിലുള്ള ബെന്യാമീൻ ഗോപുരത്തിങ്കലെ ആമത്തിലിട്ടു ബന്ധിച്ചു. കേട്ട വചനത്തിന് കീഴ്പ്പെടാതെ മടങ്ങി വരാതെ യഹൂദാജനം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മുമ്പിൽ അവർ മറുത്ത് മത്സരിക്കുകയാണ് ചെയ്തത്. ദൈവാലോചനയ്ക്ക് നേരെ എതിർക്കുകയായിരുന്നു, കീഴ്പ്പെടുകയല്ല ചെയ്തത്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നേരെ എതിർത്തു. രണ്ടാമത്തെ പാപം അതാണ്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മുമ്പാകെ, ദൈവദാസന്മാരുടെ ആലോചനയ്ക്ക് മുമ്പാകെ തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. മൂന്നാമത്തെ പാപം 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം 13-ാം വാക്യം. അവനെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിങ്കലേക്ക് തിരിയാതെ വണ്ണം തൻ്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിങ്കിലേക്ക് തിരിയാതെ വണ്ണം അവർ തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടില്ല, അവർ തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവാലോചനയ്ക്ക് മുമ്പാകെ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവോധനത്തിന് മുമ്പാകെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകരുത്. നാം പ്രാർത്ഥിക്കണം, കർത്താവേ, വാളുകൊണ്ട് വെട്ടും പോലെ എൻ്റെ ചങ്കിൽ വെട്ടണമേ എന്ന്. എൻ്റെ ഹൃദയം കഠിനമാകാൻ അവിടുന്ന് അനുവദിക്കരുതേ. ദൈവോധനമേ, എന്നെ നവ്യമാക്കണമേ എന്ന്. വാളുകൊണ്ട് വെട്ടുന്നത് പോലെ എൻ്റെ ചങ്കിൽ വെട്ടണമേ എന്ന്. ദൈവോധനം നമ്മെ പുതുതാക്കി മാറ്റണം. അതിന് വാളുകൊണ്ട് വെട്ടുന്നത് പോലെ നമ്മുടെ ചങ്കിൽ വെട്ടി നമ്മുടെ ഹൃദയത്തെ തകർക്കണം. 95-ാം സങ്കീർത്തനം 8-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ വാക്യത്തെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്രായ ലേഖനകർത്താവ് പുതിയ നിയമവിശ്വാസികൾക്ക് ആലോചന കൊടുക്കുകയാണ്. ഇന്ന് എന്ന ഒരു ദിവസം, ദൈവം നിങ്ങളോട് ഇടപെടുന്ന ഇന്ന് എന്ന ഒരു ദിവസം പിന്നെയും ദൈവം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുകയാണ് എന്ന്. ഇന്ന് എന്ന ഒരു ദിവസം പിന്നെയും ദൈവം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഇന്ന് എന്ന ഒരു ദിവസം പിന്നെയും ദൈവം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എന്ന ഒരു ദിവസം, അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 4-ാം അധ്യായം 7-ാം വാക്യം. ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുൻപേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. ഇന്ന് എന്ന ഒരു ദിവസം ദൈവശബ്ദം കേൾപ്പിക്കുന്ന ഇന്ന് എന്ന ഒരു ദിവസം, പിന്നെയും ദൈവം നമ്മോട് ഇടപെടുന്ന ഇന്ന് എന്ന ഒരു ദിവസം നമുക്ക് നിശ്ചയിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് എന്ന ഒരു ദിവസം പിന്നെയും നിശ്ചയിച്ചു തരുന്ന ഒരു ദൈവം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ ഇന്ന് എന്ന ഒരു ദിവസം, ദൈവശബ്ദം കേൾപ്പിക്കുന്ന ഒരു ദിവസം, ദൈവം നമ്മോട് ഇടപെടുന്ന ഒരു ദിവസം, പിന്നെയും ദൈവം നമുക്ക് നൽകി തരുന്ന അനുഭവം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ
നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്ന ഒരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, വെട്ടിക്കളയല്ലേ പിതാവേ, വെട്ടിക്കളയല്ലേ അപ്പാ, വെട്ടിക്കളയല്ലേ. കൊണ്ടുവന്ന് നട്ടതാണ്, നിലത്തെ നിഷ്ഫലമാക്കുന്നു, ഫലം കായ്ക്കുന്നില്ല. കൂട്ടായ്മയിൽ വന്നതാണ്, വചനം കേട്ടതാണ്, ദൈവവേല ചെയ്യാൻ അവസരങ്ങൾ ലഭിച്ചതാണ്, പക്ഷേ പ്രയോജനപ്പെടുന്നില്ല. ദൈവം അഭിഷേകം നൽകിയാണ്, പക്ഷേ അഭിഷേകത്തിനൊത്തവണ്ണം നിൽക്കുന്നില്ല, പ്രയോജനപ്പെടുന്നില്ല. വെട്ടിക്കളയുക എന്നാണ് കൽപ്പന. വെട്ടല്ല പിതാവേ, അപ്പാ വെട്ടിക്കളയല്ലേ. ഒന്നോടെ കളച്ച് വളമിട്ട് കൊള്ളട്ടെ. ഇന്ന് എന്ന ഒരു ദിവസം പിന്നെയും നിശ്ചയിച്ചു തരുന്ന ഒരു ദൈവത്തിൻ്റെ വലിയ സ്നേഹം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവം പിന്നെയും നമ്മുടെ ഇടപെടുമ്പോൾ, ദൈവം ഇന്ന് എന്ന ഒരു ദിവസം പിന്നെയും നിശ്ചയിച്ചു തരുമ്പോൾ നാം അതിനൊത്തവണ്ണം നിന്നില്ല എങ്കിൽ, നാം പിന്നെയും ഹൃദയത്തെ കഠിനമാക്കിയാൽ അനർത്ഥത്തിലകപ്പെടുന്ന തിരുവചനം പറയുന്നു. സദൃശവാക്യങ്ങൾ 28-14. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. എപ്പോഴും ഭയത്തിലിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് പല ആളുകളും ചിന്തിക്കുക, ആരും പേടിക്കാനില്ലല്ലോ, ഭയം പോയി, ഭയം പോയി, സ്വതന്ത്രമായിട്ട് നടക്കാലോ. എന്ത് പേടിയായിരുന്നു, അനങ്ങാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, എന്ത് പേടിയായി, ഭയമായിരുന്നു. ഭയത്തോടെ ഇരുന്ന ഭാഗ്യമാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ പേടി വന്നാൽ ഭാഗ്യമാണ്. ഭയത്തോടുകൂടെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭയം കൂടാതെ നടന്നു, പേടിക്കാതെ നടന്നു, തോന്നി വഴിക്കൊക്കെ നടന്നു. ദൈവവചനത്തിനും വില കൊടുക്കണ്ട, ദൈവവേലയ്ക്കും വില കൊടുക്കണ്ട. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭയത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹൃദയത്തെ കഠിനമാക്കുന്നവൻ അനർത്ഥത്തിലകപ്പെടും. വലിയ അനർത്ഥങ്ങളിൽ പെട്ടുപോകുമ്പോൾ അതിൻ്റെ വില നമ്മൾ അറിയും. അനർത്ഥങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ വില നിങ്ങൾ അറിയും. ചിന്തിക്കുകയായിരിക്കും, ഇനി ഈ പേടിപ്പിക്കുന്ന വചനം തന്നെയാണ് പറയുന്നത്. ഈ വചനം പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പേടിപ്പിച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ അരയുടെ ഏപ്പഴിഞ്ഞ് നിലത്തി വീഴുവാൻ തക്കവണ്ണം ദൈവവചനം പേടിപ്പിച്ചിട്ടുണ്ട്. പേടിച്ചാൽ നല്ലതാ. ദൈവത്തിൻ്റെ ആലോചനകൾ ലഭിക്കുമ്പോൾ, ദൈവവചനം ജീവിതത്തോട് കർശനമായിട്ട് ഇടപെടുമ്പോൾ ഭയം വന്നാൽ നല്ലതാ. ഗവനിക്കാതെ മുന്നോട്ട് കടന്നുപോയാൽ അനർത്ഥത്തിലകപ്പെടും. സദൃശവാക്യങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 1-ാമത്തെ വാക്യം. 29-ാം അധ്യായം 1-ാമത്തെ വാക്യം. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം എന്നും എന്നും ഒരുപോലെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും വ്യത്യാസങ്ങളില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഉള്ളത്തിൽ കൂടെ കൂടെ മുഴങ്ങിയൊരു ശബ്ദമാണ്, ദൈവം ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്തവനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആളുകൾ മാറുന്നതിനൊത്തവണ്ണമോ കൂട്ടായ്മകൾ മാറുന്നതിനൊത്തവണ്ണമോ മാറുന്നവനല്ല. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കർശനമായി നമ്മെ നടത്തിയതെങ്കിൽ ആത്മാവിന് സ്വഭാവത്തിന് മാറ്റമില്ല. ദൈവം നമ്മെ കർശനമായി നടത്തിയെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റാൻ, തൻ്റെ സ്വഭാവം മാറ്റാൻ
ദൈവത്തിന് കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഭയത്തോടെ നിന്നാൽ നല്ലതാണ്. വേർപാടും വിശുദ്ധിയും ജീവിതത്തിൽ കാത്തുകൊണ്ടാൽ നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. കൂടെ കൂടെ ശാസന കേട്ടിട്ടും സാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. കഠിന ഹൃദയം അഥവാ അനുതാപമില്ലാത്ത ഹൃദയം ദൈവകോപം ചരതിച്ചു വയ്ക്കുന്നു എന്നാണ് അപ്പോസ്തലനോട് പറയുന്നത്. ദൈവം ഓരോ പ്രാവശ്യം നമ്മോട് ഇടപെടുമ്പോൾ നമുക്ക് അനുതാപം വരുന്നില്ല, ഹൃദയത്തകർച്ച വരുന്നില്ല, തിരുത്താൻ തയ്യാറാകുന്നില്ല. അപ്പോഴെല്ലാം ദൈവകോപം സ്റ്റോർ ചെയ്ത് വയ്ക്കുക. നമ്മളിൽ ദൈവകോപം ചരതിച്ചു വയ്ക്കുകയാണ്, കൂട്ടിക്കൂട്ടി വയ്ക്കുകയാണ്. നാം ദൈവകോപം സ്റ്റോർ ചെയ്യേണ്ടി നിൽക്കേണ്ടവരല്ല. നമ്മുടെ ഹൃദയം ദൈവകോപം സ്റ്റോർ ചെയ്യേണ്ട ഹൃദയമല്ല, ദൈവസ്നേഹം നിറയപ്പെടേണ്ട ഹൃദയം. ദൈവത്തിന് സ്തോത്രം. ദൈവസ്നേഹത്താൽ നിറയപ്പെടേണ്ട ഹൃദയമാണ്. ദൈവകോപത്താലല്ല ഹൃദയം നിറയേണ്ടത്. ദൈവം നമ്മോട് ഇടപെടുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭിക്കുമ്പോൾ, ദൈവവചനത്തിന് മുമ്പാകെ നാം നമ്മെ തന്നെ താഴ്ത്തുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. ഹൃദയം കല്ലിക്കുക എന്നുള്ളത്, ഹൃദയ തകർച്ച നഷ്ടപ്പെടുക എന്നുള്ളത് ഏറ്റവും ഭയാനകമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഫറവോനോട് ദൈവം ഇടപെട്ടു, മോശയിലൂടെ ദൈവം ഇടപെട്ടു. എന്നാൽ ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. ഒന്നിനു പുറകെ ഒന്നായി ബാധകൾ വരുവാനായിട്ടിടയായി. ദൈവം തൻ്റെ ദൂതനെ അയച്ച് മിസ്രയീമിലെ കടിഞ്ഞൂലുകളെയെല്ലാം സംഹരിച്ചു. ഫറവോനും സൈന്യവും എല്ലാം ചെങ്കടലിൽ പട്ടുപോകുവാൻ, തകർന്നു പോകുവാനിടയായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ഹെരോദ അന്തിപ്പാസ് രാജാവിനെ നാം കാണുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ തനിക്ക് നേരെ സംസാരിച്ചു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, തൻ്റെ കുറവിന് നേരെ പ്രവാചകൻ ഇടപെട്ടു, യോഹന്നാൻ സ്നാപകൻ ഇടപെട്ടു. നീ ചെയ്യുന്നത്, നിന്റെ ജീവിതത്തിൽ കിടക്കുന്നതാ ഈ കൊള്ളരുതായ്മ, അത് പാപമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. തൻ്റെ തെറ്റിന് നേരെ വിരൽ ചൂണ്ടി. എന്നാൽ രാജാവ് എന്താണ് ചെയ്തത്? താഴ്ത്തുകയല്ല ചെയ്തത്. ശബ്ദിച്ച ആ സ്നാപയോഹന്നാൻ്റെ കഴുത്തറുത്തു, തലയറുത്ത് കളഞ്ഞു, കഴുത്തറുത്തു. ഹെരോദ അന്തിപ്പാസ് രാജാവ് യേശു ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഹെരോദ രാജാവല്ല ഇത്. യേശുവിൻ്റെ ജനനസമയത്ത് ഒരു ഹെരോദാവുണ്ട്. ആ ഹെരോദ രാജാവ് യേശു ജനിച്ചു എന്ന് കേട്ടപ്പോൾ വിദ്വാൻമാർ വണങ്ങാൻ ആഗ്രഹിച്ച് അന്വേഷിച്ചു. എന്നാൽ യേശുവിനെ കൊല്ലുവാൻ വേണ്ടി അന്വേഷിച്ചവനാണ് ഈ ഹെരോദാവ്. ബേത്ലഹേമിൻ്റെ എല്ലാ അതിരോളവും ആളെ അയച്ചു. ശിശുക്കളെയെല്ലാം കൊല്ലാൻ കൽപ്പിച്ച ആ രാജാവ്, ആ ഹെരോദ രാജാവും ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ, ലജ്ജാകരമായ രീതിയിലുള്ള ഒരു അന്ത്യമാണ് ആ ഹെരോദ രാജാവിന് ലഭിച്ചത്. എന്നാൽ ആ ഹെരോദ രാജാവിന് ശേഷം, യേശു ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഹെരോദ രാജാവിന് ശേഷം ഈ ഹെരോദാവിൻ്റെ മകനായ അർക്കലയാസ് രാജാവായി. ഭരണകാര്യങ്ങളിൽ അത്ര സാമർഥ്യമില്ലായിരുന്നു അർക്കലയാസ് രാജാവിന്. അതുകൊണ്ട് ദേശാധിപതിമാരെ നിയമിക്കാനായിട്ടിടയായി. രാജാവിന് ഭരിക്കാൻ വലിയ കഴിവില്ലാത്തത് കൊണ്ട് ദേശാധിപതിമാരെ നിയമിച്ചു. അങ്ങനെ നിയമിച്ചതായ
ഒരു ദേശാധിപതിയായിരുന്നു. ദേശാധിപതിമാരിൽ ഒരാളായിരുന്നു പീലാത്തോസ്. എന്നാൽ ഈ അർക്കലിയാസിന് ശേഷം അധികാരത്തിൽ വന്ന രാജാവാണ് ഹെരോദ അന്തിപ്പാസ് രാജാവ്. ഹെരോദ അന്തിപ്പാസ് രാജാവ് തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. യോഹന്നാൻ സ്നാപകൻ തൻ്റെ കുറവിന് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി ആ ശബ്ദത്തെ ശിരച്ഛേദം ചെയ്യിച്ചതായ രാജാവ്, ആ രാജാവിൻ്റെ മുമ്പിൽ ജീവനുള്ള ക്രിസ്തു നേരെ ചെന്ന് നിന്നു. എന്തെങ്കിലുമൊക്കെ കേൾക്കണമെന്ന് അവന് ആശയുണ്ട്. കാരണം ആദ്യമായിട്ട് കാണുകയാണ്. കേട്ടിട്ടുണ്ട്, അത്ഭുതങ്ങളോടെ അയാളൊക്കെ ചെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ആ രാജാവിന് മുമ്പിൽ ക്രിസ്തു വന്നു നിന്നു. എന്തെങ്കിലുമൊക്കെ അത്ഭുതം പൊളിച്ച് കാണാൻ അവൻ ആശിച്ചു, എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് കേൾക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ നമ്മുടെ കർത്താവ് അവൻ്റെ മുമ്പിൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം 8 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം 8 മുതലുള്ളതായ ചില വാക്യങ്ങൾ. ഈ അർക്കലിയാസിന്റെ കാലത്താക്കിയ ദേശാധിപതിമാരെ ഉൾക്കൊള്ളുവാൻ ഈ ഹെരോദ അന്തിപ്പാസ് രാജാവിന് അത്ര ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ദേശാധിപതിമാരുടെ അത്ര താല്പര്യമായിരുന്നില്ല. എന്നാൽ ഇവിടെ ഈ ദേശാധിപതിയായ പീലാത്തോസും ഹെരോദാവും തമ്മിൽ അന്നു മുതൽ സ്നേഹിതന്മാരായി മാറി. നാം ഓർക്കണം, യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. ഏറെ നാളായി ആഗ്രഹമാണ്. കർത്താവ് മുമ്പിൽ വന്നു നിന്നു എങ്കിലും ഒരക്ഷരം മിണ്ടിയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മക്കള് ഒന്നും പറഞ്ഞു തന്നില്ലെങ്കിലും തികഞ്ഞവരാണെന്ന് നാം കരുതരുത്. ചിലപ്പോൾ ദൈവാത്മാവിൻ്റെ വാദം അങ്ങ് നിർത്തിക്കളയും. നീ ചെയ്യുന്നത് വിഹിതമല്ല എന്ന് തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന രാജാവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള യോഹന്നാൻ സ്നാപകൻ ആലോചന കൊടുത്തു. എന്നാൽ അവനെ തുറുങ്കിൽ അടയ്ക്കാനും കാരാഗൃഹത്തിൽ അടയ്ക്കുവാനും അവനെ തലവെട്ടാനും കൽപ്പന കൊടുത്തവനായ രാജാവ് അവൻ്റെ മുമ്പിൽ കാണാൻ ആഗ്രഹിച്ചു, കേൾക്കാൻ ആഗ്രഹിച്ചു, യേശുവിൽ നിന്നു. പക്ഷേ വാ തുറന്ന് ഒരക്ഷരം പോലും അവനോട് മിണ്ടിയില്ല. പിന്നെ ദൈവശബ്ദം കേൾക്കാൻ അവനിടം കിട്ടിയില്ല. നീക്കുപോക്കില്ലാതെ നശിച്ചു പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാക്കുകളോട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ നമുക്ക് താഴ്ത്തണം. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി, നമ്മെ തന്നെ വിനയപ്പെടുത്തി കൊടുത്ത് ദൈവശബ്ദത്തിന് ചെവി ഓർക്കുന്ന ഒരു കാത്, ശാസന കുതിക്കുന്ന ഒരു ഹൃദയം. കർത്താവേ, എന്തെങ്കിലും തരുത്താനുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണമേ എന്നുള്ള ഒരു മനസ്സ്. ദൈവസന്നിധിയിൽ ഹൃദയം തകർന്ന ഒരവസ്ഥ, കണ്ണുനീരിൻ്റെ ഒരവസ്ഥ. ഞാൻ മാറിയൊന്നുണ്ടല്ല പറയുന്നത്. അല്പമൊക്കെ കഠിനപ്പെട്ടു പോയോ? ദൈവഭയം കുറഞ്ഞു പോയോ? ആത്മീയ കാര്യങ്ങളുള്ളതായ ആ ഗൗരവം കുറഞ്ഞു പോയോ? ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയോ? ഒന്ന് ചിന്തിച്ച്, അന്ന് യഹൂദ്യയുടെ പാപങ്ങൾ നാം തകർന്നു പോകാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തിൽ വരാതെ വണ്ണം നമ്മെ തന്നെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ തുടർന്നും ദൈവശബ്ദത്തിന് മുമ്പിൽ നമുക്ക് താഴ്ന്നിരിക്കാം. ദൈവത്തിന് മഹത്വം. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവ
ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവല്ലേ. ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവല്ലേ. ദൈവവാക്യമേ നിന്റെ ശക്തി കാട്ടണേ. ദൈവവാക്യമേ നിന്റെ ശക്തി കാട്ടണേ. വാളുകൊണ്ടു വെട്ടുമ്പോൾ ചങ്കിൽ വെട്ടണേ. വാളുകൊണ്ടു വെട്ടുമ്പോൾ ചങ്കിൽ വെട്ടണേ. ശമൂവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടുപോയി. ഒരു ചെറിയൊരു വാക്യമാണ്. ഇന്നലെ ദൈവവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു വാക്യം ഹൃദയത്തിൽ നല്ലതുപോലെ സ്പർശിച്ചു. ഇപ്പോൾ ദൈവവേദൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും ദൈവ ഭയത്തെക്കുറിച്ച് പറയാനിടയായി. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടുപോയി. ഇതിൻ്റെ പശ്ചാത്തലം അറിയാവുന്നവരൊന്ന് കൈവക്കാമോ? ഏതാണ് ഈ സംഭവം എന്ന് അറിയാവുന്നവർ? ഒന്നരുണ്ട്, കുറച്ച് പേർക്കറിയാം. അതൊന്നും വിവരിക്കാൻ ഇപ്പോൾ നേരമില്ല. യഹോവയുടെ പെട്ടകം അവിടുന്ന് കൊണ്ടുവരുന്നതായ സമയത്ത് ഒരു കാളവണ്ടിയിൽ യഹോവയുടെ പെട്ടകം വച്ചിട്ട് ആ കാളവണ്ടി മുന്നോട്ട് പോരുമ്പോൾ കാള വരണ്ടു. കാള വരേണ്ടതായ സമയത്ത് ഉസ്സ എന്ന് പറയുന്നതായ ഒരു ചെറുപ്പക്കാരൻ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി, ആര് നോക്കിയാലും നല്ല ഉദ്ദേശമാണ്, ആ ദൈവത്തിൻ്റെ പെട്ടകം താഴെ പോകരുത്, ആ ഉദ്ദേശത്തോടു കൂടി ആ പെട്ടകത്തെ കയറി പിടിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കോപം ഉസ്സയുടെ നേരെ ജ്വലിക്കുകയും ഉസ്സ അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഏതാനും ഒരു 2 വർഷക്കാലം നമുക്ക് കൂട്ടായ്മ യോഗങ്ങളില്ലാതിരുന്നു. ശരിയാണ്, അല്പം മുമ്പ് നമുക്ക് കേട്ടതുപോലെ കുറേ അധികം ആളുകൾ സ്വാതന്ത്ര്യമായും തന്നെത്താനുള്ള ഇഷ്ടം പോലെയും എല്ലാം ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എങ്കിൽ നാം ഇപ്പോൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിൽ കിട്ടിയതായ ഒരു ദൈവ സ്നേഹമുണ്ട്, ഒരു ദൈവ ഭയമുണ്ട്. ശരിയാണ്, ഒരു 2 വർഷക്കാലം ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല. അല്ല, ഇപ്പോൾ തന്നെയാണെങ്കിലും ആരെയും അങ്ങ് കർക്കശമായി നേരെ വിളിച്ച് ശാസിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മെ ശാസിക്കുകയും നമ്മെ നേരായ പാതയിൽ നടത്തുകയും ചെയ്യുന്നതായ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? വാസ്തവമായും പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് ചിന്തിക്കുന്ന മനസ്സിലാകുന്ന ഒരു കാര്യം ചെയ്യാൻ തുടങ്ങാൻ പോകുമ്പോഴേക്കും നിസ്സാരമായൊരു കാര്യമായിരിക്കും. നമുക്കറിയാം, എന്തൊരു വെപ്രാളമാണ്, എന്തൊരു ശ്വാസം കിട്ടാതെ കിടന്ന് പെടയുന്നത് പോലെയല്ലേ. പ്രിയപ്പെട്ടവരെ, നാം ഭാഗ്യശാലികളാണ്. കാരണം ഒരിക്കൽ ദൈവം നമ്മെ വിളിച്ചപ്പോൾ നിന്റെ ആത്മാവിനെ നേർനിലത്തിൽ നടത്തിയെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നേരായ പാതയിൽ ദൈവം നമ്മെ നടത്തിക്കൊണ്ടു പോവുകയാണ്. ദാവീദ് ഒരു സമയത്ത് വിചാരിച്ചു, നല്ലവനായൊരു ദൈവം, സ്നേഹവാനായൊരു ദൈവം, ആട്ടിൻ തൊഴുത്തിൽ നിന്ന് എന്നെ വിളിച്ചു വരുത്തിയ ദൈവം, ശമൂവേൽ പ്രവാചകന്റെ തൈലക്കൊമ്പിൽ നിന്ന് എൻ്റെ തലമയിലേക്ക് അഭിഷേകം പകർന്നു തന്ന ദൈവം, എൻ്റെ സഹോദരന്മാർക്ക് ഈ സ്നേഹം കിട്ടാതിരുന്നപ്പോൾ എനിക്ക് ദൈവസ്നേഹം പകർന്നു തന്ന എൻ്റെ ദൈവം, എൻ്റെ കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് എന്നെ ഉയർത്തിയൊരു ദൈവം, എന്നെ ഇത്രത്തോളം നടത്തിയ ദൈവം, ശൗലിൻ്റെ കുന്തമുനയിൽ നിന്ന് വിടുവിച്ച ദൈവം, എന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത ദൈവം. എന്നാൽ ആ ദൈവത്തിൻ്റെ മറ്റൊരു വശം, ജീവനുള്ള ദൈവം, തീക്ഷ്ണതയിൽ ഭയങ്കരനായ ദൈവം. ഇവിടെ ഈ കാള വരണ്ടു, നല്ലൊരു ഉദ്ദേശമാണ് ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുകയും ആ ചെറുപ്പക്കാരൻ അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ വഴികൾക്ക് ഇങ്ങനെയും ഒരു വശമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഈ രാത്രികാലം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം, കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു ദൈവഭയം എൻ്റെ ജീവിതത്തിലുണ്ടോ? ഒരു ദൈവഭയം. എൻ്റെ കർത്താവേ, നീ ദുഃഖിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വന്നാൽ
നാം ഇന്ന് പഠിച്ചതുപോലെ തന്നെ ഈ ഹൃദയം അങ്ങ് കഠിനപ്പെട്ടു പോകും. എത്രമാത്രം വചനം കേട്ടാലും ഹൃദയം കരിങ്കല്ല് പോലെ ഇരിക്കും. എന്നാൽ എനിക്ക് ഒരു തകർന്നതും നുറുങ്ങിയതുമായൊരു ഹൃദയമുണ്ടോ? ഇവിടെ ഈ പെട്ടകം കൊണ്ടുവരേണ്ടത് ലേവ്യരാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ പെട്ടകം എടുക്കുന്നതിന് മുമ്പ് ഒരു യാഗം കഴിക്കേണ്ടതായിട്ടുണ്ട്. ഒരു യാഗം കഴിച്ചിട്ട് വേണം ഈ പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവരുവാൻ. അത് ദാവീദ് ചെയ്തില്ല. അതാണ് ദൈവത്തിൻ്റെ കോപം ചലിക്കാൻ കാരണം. അതിൻ്റെ മറ്റു വശങ്ങളൊന്നും പറയാനോ പഠിപ്പിക്കാനോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാം ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വചന ശുശ്രൂഷയിൽ, ഗാന ശുശ്രൂഷയിൽ, മറ്റുള്ള ഓരോരോ കാര്യങ്ങളിൽ അല്ല ദൈവത്തിൻ്റെ വേലയിലെല്ലാം ഉത്സാഹത്തോടെ നിൽക്കുന്നവർ മാത്രമാണ് ഇപ്പോൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജീവനുള്ള ദൈവത്തോട് നമുക്ക് ചോദിക്കാം, കർത്താവേ, ഞാൻ സമർപ്പിക്കേണ്ടത് മുഴുവൻ, യാഗമായി കഴിക്കേണ്ടത് മുഴുവനായി ചെയ്തിട്ടുണ്ടോ? കർത്താവേ, നിന്റെ വേല എന്ന് പറഞ്ഞാൽ അത് തീയാണ്. നിന്റെ വചനം എന്ന് പറഞ്ഞാൽ അത് തീയാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അത് തീയാണ്. കർത്താവേ, ഒരു നോട്ടീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തീയുടെ ശുശ്രൂഷയാണ്. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലുമെല്ലാം അശുദ്ധി ഇന്നും വാഴുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ കൂടി ഇന്ന് കടന്നു പോകുന്നത് എന്തെല്ലാമാണ്? ഞാൻ തന്നെത്താൻ ഇരിക്കുമ്പോൾ, എൻ്റെ ഉറക്കത്തിൽ, എൻ്റെ സ്വപ്നത്തിൽ, ഞാൻ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില പരസ്യങ്ങളാണ് കടന്നു പോകുന്നത്, ചില ഷോർട്സൊക്കെയാണ് കടന്നു പോകുന്നത്. പക്ഷേ അത് കടന്നു പോകുമ്പോൾ എൻ്റെ ഹൃദയം, ഞാൻ മാത്രം അറിയുന്ന എൻ്റെ ഹൃദയം, ദൈവം അറിയുന്ന എൻ്റെ ഹൃദയം, അതെങ്ങോട്ടെല്ലാം പറന്നു പോകുന്നു എന്ന് നാം അറിയാറുണ്ടോ? അതിൽ അശുദ്ധി പറ്റിപ്പിടിക്കുന്നതും അശുദ്ധിയുടെ കണികകൾ വന്ന് വീഴുന്നതും നാം അറിയുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധരായി തീരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരു വാക്യം കൂടി മാത്രം വായിച്ച് അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് ഉറക്കെ വായിച്ച് കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ഉപകരണങ്ങൾ, യഹോവയുടെ പെട്ടകം, ക്രിസ്തുവിനെ ഹൃദയത്തിൽ വസിക്കുന്ന, ക്രിസ്തു ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കളെ, പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായത് ഒന്നും തുടരരുത്, അശുദ്ധമായത് ചിന്തിക്കരുത്, അശുദ്ധമായത് നോക്കരുത്, അശുദ്ധമായത് പറയരുത്, അശുദ്ധമായത് മനോരാജ്യത്തിൽ വരരുത്, അശുദ്ധമായതൊന്നും നമ്മുടെ ഈ ജീവിതത്തിൽ വരരുത്. നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകൾ നമുക്ക് ദൈവസന്നിധിയിൽ വണക്കാം. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. കർത്താവേ, വിശുദ്ധിയില്ലാതെ, ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കാതെ ദൈവത്തിൻ്റെ പെട്ടകത്തെ തൊട്ട ഒരു യൗവനക്കാരൻ്റെ അനുഭവം ഇതാണ് എങ്കിൽ, എൻ്റെ ദൈവമേ, ഞാൻ വിശുദ്ധിയും വേർപാടും സമർപ്പണവും യാഗവും ഇല്ലാതെ നിന്റെ പെട്ടകത്തിൽ തൊട്ടാൽ ഞാനിതാ മരിച്ചു വീഴും, ആത്മാവിൽ മരിച്ചു വീഴും. എൻ്റെ കുടുംബത്തിലേക്ക് 11 kV ലൈനിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നത് പോലെ എൻ്റെ ഭവനം കത്തിച്ചാമ്പലായി പോകും, എൻ്റെ തലമുറകൾക്ക് ശാപം വരും. ദാവീദ് അന്ന് ആ പെട്ടകത്തെ ഏദോമിന്റെ ഭവനത്തിൽ വെച്ചിട്ട് ദാവീദ് മാറിപ്പോയിരുന്നു. ദാവീദ് തന്നെത്താൻ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്വർഗത്തിലെ ദൈവം ദാവീദിന് വഴികൾ പറഞ്ഞു കൊടുത്തു, ദാവീദിന് ആലോചനകൾ പറഞ്ഞു കൊടുത്തു. ദാവീദ് ഒരു യാഗം കഴിപ്പാൻ തീരുമാനിച്ചു. 50-ാം സങ്കീർത്തനം 5-ാം വാക്യം നാം വായിക്കുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. ഹല്ലേലൂയ. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്, കർത്താവേ, വിശുദ്ധന്മാരെന്ന് പറയാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന കുഞ്ഞാടിൻ്റെ തിരുരക്തത്തിന് മുമ്പിൽ ഞങ്ങളിതാ വന്നിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇനിയുള്ള ആയുസ് നിന്റെ വേല ചെയ്തും നിന്നെ സേവിച്ചും നിന്റെ പെട്ടകം
ചുമന്നും നിന്റെ സുവിശേഷവുമായി ദേശങ്ങൾ ഓടുവാൻ കർത്താവേ, ദേശങ്ങളിലേക്ക് ഓടുമ്പോൾ എൻ്റെ ഭവനത്തെ സുവിശേഷവൽക്കരിക്കുവാൻ, എൻ്റെ ഭവനത്തിൽ സുവിശേഷം വാരി വിതറുവാൻ നാഥാ എന്നെ ഒരു സുവിശേഷമാക്കി മാറ്റണമേ. എൻ്റെ യേശുവേ, ഞാൻ നിന്നെ ഭയപ്പെടുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നിന്റെ മുമ്പാകെ തലവണക്കി നിന്റെ പാദപീഠം കെട്ടിപ്പിടിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ വിളിച്ചുവല്ലോ, ഞങ്ങൾക്കൊരു മാനസാന്തരം തന്നുവല്ലോ, ഞങ്ങളുടെ കോടാനുകോടി പാപങ്ങൾ നീ കഴുകി തന്നുവല്ലോ. ആരും ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങളുടെ തലമേൽ നിന്റെ കരം വച്ചുവല്ലോ, ഞങ്ങളുടെ കണ്ണുനീരൊപ്പി തന്നുവല്ലോ. വഴി ഇതാകുന്നു, ഇതിലേ പൊയ്ക്കൊള്ളി എന്നുള്ളതായ നല്ല ശ്രേഷ്ഠ ശബ്ദം കേൾക്കുവാൻ ഇട തന്നുവല്ലോ, ഹൃദയത്തിൽ ആലോചനകൾ തന്നുവല്ലോ. കർത്താവേ, അനേക രോഗികളുടെ കിടക്കയിലേക്ക് അവിടുന്ന് കടന്നു എന്ന് രോഗക്കിടക്ക മാറ്റി വിരിച്ചുവല്ലോ, ഗർഭപാത്രങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചുവല്ലോ, ക്യാൻസറിന്റെ അണുക്കളെ കത്തിച്ച് കളഞ്ഞുവല്ലോ, തലമുറകളായുള്ള ഞങ്ങളുടെ കോപത്തിന്റെ ദുരാത്മാക്കളെ മാറ്റി കളഞ്ഞുവല്ലോ, പിതാക്കന്മാരുടെ കാലം മുതലുള്ളതായ വ്യഭിചാരത്തിന്റെ ദുരാത്മാക്കളെ നീ ഞങ്ങളിൽ മാറ്റി കളഞ്ഞുവല്ലോ. വീര്യം പ്രവർത്തിച്ചവനെ ഇനി ഞങ്ങളെ നടത്താൻ മതിയായവനല്ലോ യേശുവേ. ഞങ്ങളിപ്പോൾ ആ പാദപീഠത്തിൽ എല്ലാം യാഗമായി അർപ്പണം ചെയ്യുന്നു. ഞങ്ങളിതാ കരങ്ങൾ നീട്ടുന്നു. യഹോവയുടെ പെട്ടകം ചുമക്കുന്നതിന് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ പൊന്നുപാദപീഠത്തിൽ വീഴുന്നു. യേശുവേ, അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരണമേ. ആര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹൃദയം അടച്ചു വച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പ്രിയ മകനെ, യേശുവാണ് കേട്ടോ വാതിക്കൽ വന്ന് മുട്ടുന്നത്. മകളെ, യേശുവാണ് വാതിക്കൽ വന്ന് മുട്ടുന്നത്. വാതിൽ തുറക്കാതിരിക്കല്ലേ. യേശു വന്ന് വിളിക്കുകയാണ്. വിളിക്കൂ യേശുവിനെ, സ്വീകരിക്കൂ യേശുവിനെ. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക ആ തീരുമാനമുള്ള കരങ്ങളെ ഉയർത്തിക്കൊള്ളൂ, പറഞ്ഞുകൊള്ളൂ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇതാ ഞാനും എനിക്കുള്ളതെല്ലാം എല്ലാം നിന്റേത് മാത്രം സമർപ്പിക്കാം. കരങ്ങൾ താഴ്ത്തിയിടാം, പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്നു ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ലൊരു ദിവസത്തിനായി ഞങ്ങൾ നാഥനെ സ്തുതിക്കുന്നു, ഞങ്ങൾ നാഥനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തന്നതായ ഈ കൂടിവരവുകൾക്കായി ഞങ്ങൾ നാഥനെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, അവിടുന്ന് മുന്നേ പോകുന്നുണ്ടല്ലോ കർത്താവേ, തെറ്റുപറ്റാതെ ഞങ്ങളെ അവിടെ നയിക്കുന്നുണ്ടല്ലോ കർത്താവേ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കൂടി വരുമ്പോൾ സ്വർഗത്തിലെ സ്നേഹം വാരി വിതറുന്നുണ്ടല്ലോ കർത്താവേ. അപ്പാ, ഇന്നിവിടെ വന്നവർ മാത്രമല്ല, ഞങ്ങൾ ഈ കൂടിയതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു. രോഗക്കിടക്കയിലായിരിക്കുന്നവരെ ഓർക്കുന്നു കർത്താവേ. അവർ മടുത്തു പോകരുതേ, നിരാശപ്പെട്ടു പോകരുതേ കർത്താവേ. അനുഗ്രഹിക്കണമേ. ഇപ്പോൾ തന്നെ അനേക രോഗികളുടെ അരികിലേക്ക് അവിടുന്ന് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിന് മേൽ അവിടുത്തെ ആണിപ്പാടുള്ള കരം ഉയർന്നു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയെ അവിടുന്ന് പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ നടക്കുന്ന യോഗങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർക്ക് ഞങ്ങൾ സ്തുതിക്കുന്നു, ദൈവവേലക്കാർക്ക് ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാ മഹത്വത്തോടത്തേക്ക് മാത്രം, എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ